ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. മക്കളെ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് 50 ക്വസ്റ്റ്യൻ ഓർഗാനിക് കെമിസ്ട്രിയിൽ 50 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആദ്യം ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരൻസിലേക്ക് പോവാം. രണ്ട് മോളിക്യൂൾസ് അറൈൽ ഹാലൈഡ് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുക ഡ്രൈ ഈതർ എന്നുള്ള സോൾവെന്റ് പ്രസൻസിൽ ബൈഫീനൽ കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഫിറ്റിക് റിയാക്ഷൻ. അതായത് രണ്ട് മോളിക്യൂൾ അറൈൽ ഹാലൈഡ് ആണ്. രണ്ട് മോളിക്യൂൾ അറൈൽ ഹാലൈഡുകൾ രണ്ട് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുക. രണ്ട് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്താൽ NaCl റിമൂവ് ചെയ്തു. ബൈഫീനൽ കോമ്പൗണ്ട്, രണ്ട് ബെൻസീൻ നിങ്ങളുടെ കോമ്പൗണ്ട്, രണ്ട് ബെൻസീൻ, ഇതാണ് ആൻസർ. രണ്ട് ബെൻസീൻ നിങ്ങളുടെ കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? ഫിറ്റിക് റിയാക്ഷൻ. എന്താ വിളിക്കുക? ഫിറ്റിക് റിയാക്ഷൻ. ഉറപ്പായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അടുത്തത്, ഒരു അറൈൽ ഹാലൈഡും ഒരു ആൽക്കൈൽ ഹാലൈഡും റിയാക്ട് ചെയ്യുക. ഒരു അറൈൽ ഹാലൈഡും ഒരു ആൽക്കൈൽ ഹാലൈഡും റിയാക്ട് എന്ത് സംഭവിക്കും? ഇവിടുന്ന് എക്സും പോവും, ഇവിടുന്ന് എക്സും പോവും. ഓക്കെ, അതിന്റെ കൂടെ രണ്ട് സോഡിയം ഉണ്ടാവും. എന്ത് കിട്ടും? ആൽക്കൈൽ കോമ്പൗണ്ട്. ആൽക്കൈൽ ഗ്രൂപ്പും അവിടെ അറൈൽ ഗ്രൂപ്പും ഉണ്ടാവും. ആൽക്കൈൽ ഗ്രൂപ്പും ഉണ്ടാവും, അറൈൽ ഗ്രൂപ്പും. ബെൻസീൻ, അറൈൽ എന്നാണ് ബെൻസീൻ, ബെൻസീനും ഉണ്ടാവും, ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാവും. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. അടുത്ത റിയാക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത് ഇതാ ഹാലൈഡ് RBR, ഹാലൈഡ് റിയാക്ട് വിത്ത് മെഗ്നീഷ്യം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഇവിടെ നോക്കിയോ, ആൽക്കൈൽ ഓർ അറൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ അറൈൽ ഹാലൈഡ് അല്ലേ? ഇതാ, ഇത് സൈക്ലിക് കോമ്പൗണ്ടാ. ബ്രോമോസൈക്ലോഹെക്സേൻ, 1 ബ്രോമോസൈക്ലോഹെക്സേൻ റിയാക്ട് വിത്ത് മെഗ്നീഷ്യം. മെഗ്നീഷ്യവുമായിട്ട് റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മക്കൾ ഉറപ്പിച്ചോ, ആ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് വിളിക്കുന്ന പേരാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. എന്താ വിളിക്കുക? ഗ്രിഗ്നാർഡ് റിയേജന്റ്, MgBr. ഇതിലേക്ക് വെള്ളം ഒഴിച്ചാൽ എന്താ ഉണ്ടാവുക വെച്ച്, ഇതിലേക്ക് വെള്ളം ഒഴിച്ച് എങ്ങനെ ബ്രേക്ക്? ഇവിടെ എച്ച് വരും, OH വരും. സൈക്ലോഹെക്സേൻ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? സൈക്ലോഹെക്സെയിൻ. സൈക്ലോഹെക്സെയിനിൽ ഇവിടെ റൗണ്ട് ഇല്ല. സൈക്ലോഹെക്സെയിൻ മാത്രമേ ഉള്ളൂ. എന്തില്ല? ഇതവിടെ ഇല്ല. സൈക്ലോഹെക്സെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. പ്ലസ് MgOHBr. എന്താ? MgOHBr. വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻ അല്ലേ? ഇത് സ്ഥിരം ക്വസ്റ്റൻ ആണ്. എന്താണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്? RMgX. ഇതാണ് 6, ഇതാണ് ഇവിടെ 6, ഇതാണ് ഇവിടെ 6. RBR MGയും ഫോം ചെയ്യുക. RMgBr എന്താ ഫോം ചെയ്യുക? RMgBr ഫോം ചെയ്യും. ഇവിടത്തേക്ക് വെള്ളം ഒഴിച്ചാൽ എന്തായി മാറി? അത് ആൽക്കെയിനായി മാറി. ആൽക്കെയിൻ. ക്ലിയർ ആണ്. നെക്സ്റ്റ് ഈസ് റൈറ്റ് ടു എക്സാമ്പിൾ ഫോർ ആംബിഡന്റ് ന്യൂക്ലിയോഫൈൽ. ഒരേ സമയം രണ്ടുപേരുണ്ടാവും. ഇപ്പൊ സയനൈഡിന്റെ കാര്യം, സയനൈഡ് ഇവിടെ നോക്കിയോ. സയനൈഡിന്റെ കേസിൽ കാർബണും ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും, നൈട്രജനും ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് ആൽക്കൈൽ സയനൈഡ് ആണ്. ഇതിനെ വിളിക്കുന്ന പേര് ആൽക്കൈൽ സയനൈഡ്. ആൽക്കൈൽ സയനൈഡ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൽ സയനൈഡ്. ഇതിനെ വിളിക്കുന്ന പേര് ആൽക്കൈൽ ഐസോസയനൈഡ്. ഇത്തരം ന്യൂക്ലിയോഫൈലിനെ വിളിക്കുന്ന പേരാണ് ആംബിഡന്റ് ന്യൂക്ലിയോഫൈൽ. അതായത് രണ്ടാൾക്ക് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും, രണ്ടാട്ടത്തിന് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. പക്ഷെ അറ്റ് എ ടൈം ഒരു ബോണ്ട് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഒന്നിക്കൽ ഇവിടെ നോക്കോ, ഒന്നിക്കൽ ഇവിടെ കാർബൺ ബോണ്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇവിടെ നൈട്രജൻ ബോണ്ട് ഉണ്ടാക്കും. സയനൈഡിന്റെ പ്രത്യേകത കാർബണും ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും, നൈട്രജനും ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈം ഒന്നിക്കൽ കാർബൺ അല്ലെങ്കിൽ നൈട്രജൻ ബോണ്ട് ഫോം ചെയ്യും. അത്തരം ന്യൂക്ലിയോഫൈലിനെ വിളിക്കുന്ന പേരെന്താ? ആംബിഡന്റ് ന്യൂക്ലിയോഫൈൽ. അതിന് വേറെ എക്സാമ്പിൾ ആണ് NO2. പ്രത്യേകത നൈട്രജനും ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും, ഓക്സിജനും ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. നൈട്രേറ്റും ഫോം ചെയ്യും, നൈട്രൈറ്റും ഫോം ചെയ്യും. റെഡിയാണ്. അടുത്തത്, give one example for nucleophilic substitution reaction of chlorobenzene. ക്ലോറോബെൻസീൻ സാധാരണ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് പോവാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കാർബൺ ക്ലോറിൻ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആണ്, ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ക്ലോറോബെൻസീൻ ന്യൂക്ലിയോഫിലിക്കിന് പോകും. എങ്ങനെയാ? അതിലേക്ക് NaOH വെക്കുക, NaOH. പക്ഷെ വെറുതെ പോകൂല. 623 കെൽവിൻ, 623 കെൽവിനും 300 ATM കൊടുത്താൽ മാത്രം ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ആര് മാറിട്ട് ആര് വരും? Cl മാറിട്ട് OH വരും. Cl മാറിട്ട് ആര് വരും? OH വരും. ക്ലിയർ അല്ലേ? ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡൗസ് പ്രോസസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡൗസ് പ്രോസസ്. ക്ലിയർ. അടുത്തത്, റൈറ്റ് any two example for electrophilic substitution reaction of chlorobenzene. ക്ലോറോബെൻസീന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇതാണ് ക്ലോറോബെൻസീൻ. ക്ലോറോബെൻസീനെ നൈട്രേഷൻ നടത്തുക. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും വെച്ച് നൈട്രേഷൻ നടത്തി കഴിഞ്ഞാൽ വരുന്ന ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് നൈട്രോ ഗ്രൂപ്പ്. ആ നൈട്രോ ഗ്രൂപ്പ് എങ്ങോട്ട് വരുമെന്ന് വെച്ചാൽ അത് പാരയിലേക്ക് വരടാ, ഓർത്തോയിലേക്ക് വരൂല. ഓർത്തോയിലേക്ക് വരും, പാരയിലേക്ക് വരും. പക്ഷേ മേജർ പ്രൊഡക്റ്റ് ഏതാ? പാരാ പ്രൊഡക്റ്റ് ആണ്. റൈറ്റ് any2 ഒന്നായിട്ടേ ഉള്ളൂ. ഇനി ബ്രോമിനേഷൻ, ബ്രോമിൻ വെക്കുക. ബ്രോമിൻ FeBr3 വരുന്ന ഗ്രൂപ്പ് BR എങ്ങോട്ട് വരും? പാരയിലേക്ക് വരും. മേജർ പ്രൊഡക്റ്റ് പാര, ഓർത്തോയിലേക്കും വരും, പാരയിലേക്ക് വരും, മെറ്റയിലേക്ക് വരൂല. മേജർ പ്രൊഡക്റ്റ് പാര, കാരണം റിപ്പൾഷൻ കുറവ്. ഇവിടെ നോക്കിയേ, ഇത് ഇവിടെ ആയതുകൊണ്ട് റിപ്പൾഷൻ കുറവാണ്. റിപ്പൾഷൻ കുറവുള്ള പ്രോഡക്റ്റ് പാരാ പ്രോഡക്റ്റ് ആണ്. അടുത്ത്, the preparation of alkyl chloride from alcohol.
ആൽക്കഹോൾ എന്നും ആൽക്കൈൽ ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് ആൽക്കഹോളിന ആൽക്കൈൽ ക്ലോറൈഡ് ആക്കി മാറ്റാൻ, ആൽക്കൈൽ ക്ലോറൈഡ് ആക്കി മാറ്റാൻ ഏറ്റവും നല്ലത് തയോണൈൽ ക്ലോറൈഡാ, SOCl2 ആണെന്ന്. എന്തുകൊണ്ട് എന്നുള്ള രണ്ട് ബൈ പ്രൊഡക്റ്റും ഗ്യാസ് SO2. ഈ റിയാക്ഷൻ നടന്നാൽ രണ്ട് ബൈ പ്രൊഡക്റ്റ് കിട്ടുക സൾഫർ ഡയോക്സൈഡും HCl-ഉം, രണ്ടും ഗ്യാസ്, സെപ്പറേഷന്റെ ആവശ്യമില്ല. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ വിൽ യു പ്രിപ്പയർ ക്ലോറോബെൻസീൻ ഫ്രം ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്? ഇതാണ് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. ഇതിനെ വിളിക്കുന്ന പേരാണ് പൊന്നുമക്കളെ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. അതിലേക്ക് CuCl HCl വെക്കുക, ക്ലോറോ ബെൻസീൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് സാൻ മേയേഴ്സ് റിയാക്ഷൻ. എന്താ വിളിക്കുക? സാൻ മേയേഴ്സ് റിയാക്ഷൻ. അടുത്ത്, which among the following is chlorine containing insecticide? It's DDT, dichloro diphenyl trichloroethane. Clear അല്ലേ? Dichloro diphenyl trichloroethane അഥവാ DDT used as a insecticide or pesticide. ഇതാ അനലിന സോഡിയം നൈട്രേറ്റും HCl വെക്കുക 273 to 278 Kelvin, 0 to 5 degrees Celsius എന്നാ പറയുന്നത്. ഉണ്ടാവുന്ന പ്രോഡക്റ്റ് A ആണ്. എന്ന് വിളിക്കുന്ന പേരാണ് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. N2+Cl-. ഈ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിലേക്ക് Cu2Cl2 HCl വെച്ചാൽ അത് ക്ലോറോ ബെൻസീനായി മാറും. അതേ മാറും ക്ലോറോ ബെൻസീൻ. അപ്പൊ A ഇതാണ്, B ഇതാണ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത്, ഐഡന്റിഫൈ ദ പ്രോഡക്റ്റ് ഫോംഡ് ബൈ ദ ഫോളോയിങ് റിയാക്ഷൻ. ക്ലിയർ അല്ലേ? എന്ത് പ്രോഡക്റ്റ് ആണ് ഉണ്ടാവുക എന്നതാണ്. CH3CH2Cl. ഇതാ CH3CH2CH2Cl ആൽക്കോളിക് KOH വെച്ചാൽ ബീറ്റ എലിമിനേഷൻ ആണ്. എന്താണ് ബീറ്റ എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബൺ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. മക്കൾ മനസ്സിലാക്കുക, ആൽഫ. തൊട്ടടുത്ത കാർബൺ വിളിക്കുന്ന പേരാണ് ബീറ്റ കാർബൺ. ആൽഫ കാർബൺ എന്ന ഹാലോജനും ബീറ്റ കാർബൺ എന്ന ഹൈഡ്രജനും പോവും, ഇതിനിടയിൽ പുതിയ ബോണ്ട് വരും. അതാണ് ബീറ്റ എലിമിനേഷൻ. ആൽഫ കാർബണിൽ നിന്ന് ഹാലോജൻ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. ഇത് ആൽഫയാണ്, ഇത് ബീറ്റയാണ്. ആൽഫയിൽ നിന്ന് ഹാലോജൻ പോയി, ബീറ്റയിൽ നിന്ന് ഹൈഡ്രജൻ പോയി, ഇതിനിടയിൽ പുതിയ ബോണ്ട് വന്നു, CH3CH ഡബിൾ ബോണ്ട് CH2 ആൽക്കീനായി മാറി. ക്ലിയർ അല്ലേ? ഇതിനെ വിളിക്കുന്ന പേരെന്താ? ബീറ്റ എലിമിനേഷൻ. സോ ദ പ്രോഡക്റ്റ് ഈസ് ദിസ് വൺ. അടുത്ത്, ക്ലോറോഫോം is stored in closely dark colored bottle completely filled with the neck. Give the reason. ക്ലോറോഫോം സൺലൈറ്റിന്റെ പ്രസൻസിൽ വളരെ സ്ലോ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. പോസ്ജീൻ എന്ന് പറഞ്ഞാൽ ഹൈലി പോയ്സണസ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? അതുകൊണ്ട് ക്ലോറോഫോമിന് എന്താ സൂക്ഷിക്കുക? കളേർഡ് ബോട്ടിൽ സൂക്ഷിക്കും. പ്ലസ് HCl ആണ്. ക്ലിയർ? നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ. Write any two difference between SN1 and SN2 reaction. SN1 റിയാക്ഷൻ ഇവിടെ എഴുതുക, SN2 റിയാക്ഷൻ ഇവിടെ എഴുതുക. പറയാൻ പോവാണ്. SN1 റേറ്റ് റിയാക്ഷൻ ആരെ ഡിപെൻഡ് ചെയ്യും? റേറ്റ് റിയാക്ടന്റിനെ മാത്രം ഡിപെൻഡ് ചെയ്യും. ഇവിടെ റേറ്റ് ആരൊക്കെ ഡിപെൻഡ് ചെയ്യും? റേറ്റ് ഡിപെൻഡ് ചെയ്തത് റിയാക്ടന്റിനെയും റിയേജന്റിനെയും ഡിപെൻഡ്, രണ്ടുപേരും ഡിപെൻഡ് ചെയ്താൽ SN2, ഒരാൾ ഡിപെൻഡ് ചെയ്താൽ SN1. ഇത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണെങ്കിൽ എന്താ? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണെങ്കിൽ ഇത് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുക. ക്ലിയർ ആണ്? ഇത് 2 സ്റ്റെപ്പ് ആണ്. ഇത് 2 സ്റ്റെപ്പ് പ്രോസസ് ആണെങ്കിൽ ഇത് സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്. അങ്ങനെ 3 പോയിന്റ് അല്ല, 2 പോയിന്റ് വെച്ചിട്ട് 3 പോയിന്റ് പറഞ്ഞു. വാട്ട് ആർ ഗ്രിഗ്നാർഡ് റിയേജൻ? RMGX are known as Grignard reagent. R may be an alkyl group or aryl group. R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ആയിരിക്കാം, അറൈൽ ആയിരിക്കാം, സൈക്ലിക് കോമ്പൗണ്ട് ആയിരിക്കാം. ഓക്കെ, CH3Br+I2 ബ്രോമിൻ മാറി ടൈഡിൻ വരുന്ന റിയാക്ഷൻ. ആൽക്കൈൽ ക്ലോറൈഡുകളെയും ആൽക്കൈൽ ബ്രോമൈഡുകളെയും ആൽക്കൈൽ അയോഡൈഡുകളാക്കി മാറ്റുന്ന റിയാക്ഷൻ ആണെന്ന് ഫിംഗിൾസ്റ്റെയിൻ റിയാക്ഷൻ. എന്താ വിളിക്കുക? ഫിംഗിൾസ്റ്റെയിൻ റിയാക്ഷൻ. അടുത്ത്, ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിലേക്ക് CuCl വെച്ചാൽ A ഫോം ചെയ്യും. ആ A ഏതാണെന്ന് ചോദിച്ചാൽ A is chlorobenzene and reaction is known as Sand-Meyers reaction. അടുത്ത്, then again അത് സെയിം ക്വസ്റ്റൻ ആണ്. അപ്പൊ ക്ലിയർ അല്ലേ? ഹാലോ ആൽക്കൈൻസിന് ഹാലോ അറൻസിലെ 17ഓളം ക്വസ്റ്റൻ നമ്മൾ നോക്കി. അപ്പം നമ്മൾ RKNX ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റോ ഏതെങ്കിലും ടോപ്പിക്കിലോ ഏതെങ്കിലും ചാപ്റ്ററിലോ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ്. നമ്മൾ ഇൻഡിവിജ്വൽ ടീച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ആ ചാപ്റ്ററിൽ ഇൻഡിവിജ്വൽ 1 മണിക്കൂർ വേണമെങ്കിൽ 1 മണിക്കൂർ, 2 മണിക്കൂർ വേണമെങ്കിൽ 2 മണിക്കൂർ, ഒരു ടോപ്പിക് മൊത്തം വേണമെങ്കിൽ മൊത്തം തരും. എല്ലാ രീതിയിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാവും. 8592000309 എന്നുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കോൺസെപ്റ്റുമായിട്ടാണ് RKNX ഇന്ത്യ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളെ സമീപിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൽക്കോഹോൾ, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്. എക്സ്പ്ലെയിൻ ദ ക്ലീവേജ് ഓഫ് CO ബോണ്ട് ഇൻ CH3CH2OCH3. ഈതേഴ്സിലെ ക്വസ്റ്റ്യൻ ആണ് മക്കൾ നോക്കേണ്ടത്. ഇത് രണ്ടും പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? ഈ കാർബൺ പ്രൈമറി ആണ്, ഈ കാർബൺ പ്രൈമറി ആണ്. 2 കാർബണും പ്രൈമറി ആണെങ്കിൽ ഏത് ബോണ്ട് ബ്രേക്ക് ചെയ്യും? HI ആഡ് ചെയ്യുക. ഏത് ബോണ്ട് ബ്രേക്ക് ചെയ്താൽ മക്കളെ മനസ്സിലാക്കുക?
ഏത് സൈഡിലാണോ കാർബണിന്റെ എണ്ണം കുറവുള്ളത് ആ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുക. രണ്ട് സൈഡിലും പ്രൈമറി ആണെങ്കിൽ മാത്രമാണ്. ഒരു സൈഡ് ടേഴ്ഷ്യറി ആണെങ്കിൽ ഇപ്പുറത്തെ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുക. രണ്ട് സൈഡും പ്രൈമറി ആണെങ്കിൽ ഏത് സൈഡിലാണോ ചെറിയ നമ്പർ കാർബൺ ആ സൈഡ് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ഒരു സൈഡിൽ അയോഡിൻ ആഡ് ചെയ്യും, ഒരു സൈഡിൽ എച്ച് ആഡ് ചെയ്യും. എന്താ കിട്ടുക? CH3 CH2 OH പ്ലസ് CH3I ഫോം ചെയ്തു. Name the product obtained when phenol is treated with the chloroform in presence of sunlight. ഫീനോളിലേക്ക് ക്ലോറോഫോം സൺലൈറ്റ് ക്ലോറോഫോം phenol is treated with the chloroform in presence of NaOH ആണ്. NaOH followed by acidification ഉണ്ടാകുന്ന പ്രോഡക്റ്റ് വിളിക്കുന്ന പേരാണ് സാലിസിലാൽഡിഹൈഡ്. എന്ന ഫോം ചെയ്യുക സാലിസിലാൽഡിഹൈഡ് and reaction is known as Reamer-Tiemann reaction. What is the product obtained when phenol is treated with concentrated nitric acid? ഫീനോളിലേക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഫോം ചെയ്യും 2,4,6 ട്രൈനൈട്രോഫീനോൾ. 2,4,6 ട്രൈനൈട്രോഫീനോളിലേക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് വെച്ചാൽ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് 2,4,6 ട്രൈനൈട്രോഫീനോൾ. 2,4,6 ട്രൈനൈട്രോഫീനോൾ known as picric acid. Clear അല്ലേ? Next is ethanol and propanol have a comparable molecular mass but their boiling point are different. ethanol and propane എത്തനോളും പ്രൊപ്പെയിനും കമ്പാരബിൾ മോളിക്കുലർ മാസ് ആണ്. പക്ഷെ എത്തനോളിന് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. എത്തനോൾ വിച്ച് ഈസ് ഹാസ് ഹയർ ബോയിലിംഗ് പോയിന്റ് സബ്സ്ട്രെയിൻ. എന്തുകൊണ്ടാണ്? എത്തനോളിന് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. എത്തനോളിനും മീഥേനും കമ്പാരബിൾ മോളിക്കുലർ മാസ് ആണെങ്കിൽ പോലും എത്തനോളിന് ബോയിലിംഗ് പോയിന്റ് കൂടാൻ കാരണം ഒരാൾക്ക് ബോയിലിംഗ് പോയിന്റ് മറ്റേയാളേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞാൽ ഒറ്റ റീസണേ ഉള്ളൂ. ഇറ്റ് ഫോം ഇന്റർ ഹൈഡ്രജൻ ബോണ്ട്. ആര് ഫോം ചെയ്യും? എത്തനോൾ ഫോം ചെയ്യും. ആര് ഫോം ചെയ്യും? എത്തനോൾ. ഒരാൾക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്, ഒരാൾക്ക് സോല്യൂബിലിറ്റി കൂടുതലാണെന്ന് ഓർഗാനിക്കിൽ പറഞ്ഞാൽ മക്കൾ ഒന്നും നോക്കണ്ട, വീണ്ടും പറയാം അതെന്താ ഇന്റർ ഹൈഡ്രജൻ ബോണ്ടാണ് അതിന് കാരണം എന്ന് പറയാം. നോൺ റിയാക്റ്റീവ് ഓക്കെ. വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് റിയാക്ഷൻസ് ഓഫ് ഈതർ ഇസ് റിയാക്ഷൻ വിത്ത് HI ആണ്. ഐഡന്റിഫൈ A and B. മക്കൾ മനസ്സിലാക്കുക, A യും B യും ഐഡന്റിഫൈ ചെയ്യും. ഞാൻ എന്താ പറഞ്ഞത്? രണ്ട് സൈഡ് നോക്കുക. ഒരു സൈഡ് ബെൻസീനും ഒരു സൈഡ് ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ എവിടെ ബ്രേക്ക് ചെയ്യുന്ന പറഞ്ഞത് ഏറ്റവും ചെറിയ കാർബൺ ഏതാണോ അത് ബ്രേക്ക് ചെയ്യും. യെസ്, ഇവിടെ അയഡിൻ വരും, ഇവിടെ H വരും. കിട്ടുന്ന പ്രോഡക്റ്റ് C6H5OH പ്ലസ് CH3I ഫോം ചെയ്യും. CH3I. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് റൈറ്റ് ദ നെയിം ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ദ കോമ്പൗണ്ട് A and B. ഫീനോളിലേക്ക് ക്ലോറോഫോം NaOH ആസിഡും ഇത് ഫീനോളാണ്. ഫീനോളിലേക്ക് ക്ലോറോഫോം NaOH ആസിഡ് ഫോം ചെയ്താൽ സാലിസിലാൽഡിഹൈഡ് ഫോം ചെയ്യും. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് എന്ന് വിളിക്കുന്ന പേരാണ് സാലിസിലാൽഡിഹൈഡ് ആൻഡ് റിയാക്ഷൻ ഈസ് നോൺ ആസ് Reamer-Tiemann റിയാക്ഷൻ. ഫീനോളിലേക്ക് NaOHും കാർബൺ ഡൈ ഓക്സൈഡും അസിഡിഫിക്കേഷനും ഇത് ഒന്നാമത്തെ സാലിസിലാൽഡിഹൈഡ് ആണെങ്കിൽ ഇത് സാലിസിലിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. സാലിസിലിക് ആസിഡ് ആൻഡ് റിയാക്ഷൻ ഈസ് നോൺ ആസ് കോൾബ്സ് റിയാക്ഷൻ. COH കോൾബ്സ് റിയാക്ഷൻ. ക്ലിയർ അല്ല? അടുത്തത് ഫീനോൾ ഈസ് യൂഷ്വലി മാനുഫാക്ചർഡ് ഫ്രം ക്യുമീൻ. റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് ക്യുമീൻ. ഇതാണ് പ്രൊപ്പെയിൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പെയിനിലെ മിഡിൽ കാർബണിൽ ഹൈഡ്രജൻ പോവുക. മിഡിൽ കാർബണിൽ ഹൈഡ്രജൻ പോയാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഐസോപ്രോപ്പൈൽ. ഇവിടെ ബെൻസീൻ വെച്ച് കൊടുത്താൽ ഐസോപ്രോപ്പൈൽ ബെൻസീൻ. ഈ ഐസോപ്രോപ്പൈൽ ബെൻസീനെ വിളിക്കുന്ന പേരാണ് ക്യുമീൻ. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾ ക്യാൻ ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ ലൂക്കാസ് ടെസ്റ്റ്. പ്രൈമറി ആൽക്കഹോളിനെയും സെക്കൻഡറി ആൽക്കഹോളിനെയും ടെർഷ്യറി ആൽക്കഹോളിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ലൂക്കാസ് ടെസ്റ്റ്. കോൺസെൻട്രേറ്റ് HCl-ന്റെയും അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിന്റെയും മിക്സർ ആണ്. പ്രൈമറി ആൽക്കഹോളും ലൂക്കാസ് റിയേജനും റിയാക്ട് ചെയ്യില്ല, റൂം ടെമ്പറേച്ചർ റിയാക്ട് ചെയ്യില്ല. സെക്കൻഡറി ആൽക്കഹോളും ലൂക്കാസ് റിയേജനും റിയാക്ട് ചെയ്യും, പക്ഷെ 5 മിനിറ്റ് എടുക്കും. ടെർഷ്യറി ആൽക്കഹോൾ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി ഫോം ചെയ്യുമെന്ന്. അടുത്തത് ആൽക്കഹോൾസ് ആർ സോല്യൂബിൾ ഇൻ വാട്ടർ. ഈ റീസൺ ആൽക്കഹോൾ വാട്ടറിൽ സോല്യൂബിൾ ആണ്. എന്തുകൊണ്ട് ആൽക്കഹോൾ വാട്ടറിൽ സോല്യൂബിൾ ആവാൻ കാരണം ഇന്റർ ഹൈഡ്രജൻ ബോണ്ട്. ആൽക്കഹോൾസ് ആർ സോല്യൂബിൾ ഇൻ വാട്ടർ ഫോം ഇന്റർ ഹൈഡ്രജൻ ബോണ്ട്. അടുത്തത് ഹൗ വിൽ യു കൺവേർട്ട് ഫീനോൾ ടു ബെൻസീൻ? ഫീനോളിനെ ബെൻസീനാക്കി മാറ്റാൻ സിങ്ക് ആണ്. സിങ്ക് ഓക്സൈഡ് റിമൂവ് ചെയ്ത് എന്തായി മാറി? ബെൻസീനായി മാറി. ബെൻസീൻ. ക്ലിയർ അല്ലേ? ഫീനോളിലേക്ക് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് വെച്ചാൽ എന്ത് ഫോം ചെയ്യുന്നില്ല? ഫീനോളിലേക്ക് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് വെച്ചാൽ എന്ത് ഫോം ചെയ്യും? ഓർത്തോ നൈട്രോഫീനോൾ ആൻഡ് പാരാ നൈട്രോഫീനോൾ ഫോം ചെയ്യും. ഫീനോളിലേക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് വെച്ച കിട്ടുന്ന പ്രൊഡക്റ്റ് 2,4,6 ട്രൈനൈട്രോഫീനോൾ. 2 ഓർത്തോ പൊസിഷനും ഒരു പാരാ പൊസിഷനും നൈട്രോ ഗ്രൂപ്പ് വരും. ഇതിനെ വിളിക്കുന്ന പേരാണ് പിക്രിക് ആസിഡ്. ദ കെമിക്കൽ ഇക്വേഷൻ റെപ്രസെന്റ് ദ Reamer-Tiemann റിയാക്ഷൻ. കെമിക്കൽ ഇക്വേഷൻ ഫീനോളിലേക്ക് ഇതാണ് കെമിക്കൽ ഇക്വേഷൻ. ഫീനോളിലേക്ക് ക്ലോറോഫോം എടുക്കുക, NaOH എടുക്കുക, ആസിഡ് ഒഴിക്കുക. ആസിഡ് സാലിസിലാൽഡിഹൈഡ് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് അഥവാ സാലിസിലാൽഡിഹൈഡ് ഫോം ചെയ്യും. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ?
റീമർ ടൈമൻ റിയാക്ഷൻ. റിയാക്ഷൻ എന്താ വിളിക്കുക? റീമർ ടൈമൻ റിയാക്ഷൻ. ഫീനോളിക് Na2CO7H2SO4 ഫോം ചെയ്യാം. ബെൻസോക്വിനോൺ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ബെൻസോക്വിനോൺ പ്രൊഡ്യൂസ് ചെയ്യും. ബെൻസോക്വിനോൺ പ്രൊഡ്യൂസ് ചെയ്യും. ബെൻസോക്വിനോൺ റെഡി. അടുത്ത് ഫീനോളിലേക്ക് അനിസോൾ, ഇതിനെ വിളിക്കുന്ന പേര് അനിസോൾ. മീഥൈൽ ഫീനൈൽ ഈതർ ഇസ് നോൺ ആസ് അനിസോൾ. ഇതിലേക്ക് HI വെച്ച് എന്താ സംഭവിക്കുക? അയോഡിൻ റിട്ടേൺ വിത്ത് സ്മോളർ ഗ്രൂപ്പ്. അയോഡിൻ എവിടെ വെക്കും? ചെറിയ ഗ്രൂപ്പിനോട് വെക്കും. H ഇവിടെയും കിട്ടും. കിട്ടുന്ന പ്രോഡക്റ്റ് A എന്ന് പറഞ്ഞാൽ ഫീനോളാ, A എന്ന് പറഞ്ഞാൽ ഫീനോളായിരിക്കും, B എന്ന് പറഞ്ഞാൽ മീഥൈൽ അയോഡൈഡാ, മീഥൈൽ അയോഡൈഡ്. ക്ലിയർ? നെക്സ്റ്റ് ഇസ് വാട്ട് ഈസ് ഇൻ ബൈ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ. ഒന്നുമില്ല, ആൽക്കീനിലേക്ക് വാട്ടർ ആഡ് ചെയ്യാം. ഇതാണ് അൺസിമെട്രിക്കൽ ആൽക്കീൻ. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഉണ്ട്. ആൽക്കീനിലേക്ക് വാട്ടർ ആഡ് ചെയ്യുക. വാട്ടർ എന്ന് പറഞ്ഞാൽ H+ഉം OH-ഉം. ആരെ പ്രസൻസിലാ? ഡൈബോറൈൻ B2H6, ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 ആൻഡ് ബേസ് OH-. നെഗറ്റീവ് പാർട്ട് അറ്റാച്ച് ചെയ്യുക. ഡബിൾ ബോണ്ട് കാർബണിൽ എവിടെയാണോ ഹൈഡ്രജൻ ആറ്റം കൂടുതൽ അവിടത്തേക്ക് OH വരും. ആന്റി മാർക്കോണിക് ഓഫ് അഡിഷൻ. H മറ്റെടുത്ത് H ഇതിലേക്ക് പോകും. എന്താ കിട്ടുക? പ്രോഡക്റ്റ് കിട്ടുക CH3 CH2 and CH2OH. The reaction is known as anti-Markovnikov of addition. On heating phenol with chloroform in presence of NaOH. ഫീനോളിന്റെ ക്ലോറോഫോം ആയിട്ട് റിയാക്ട് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് NaOH. ഫീനോളും ക്ലോറോഫോമും NaOH followed by acidification ഉണ്ടാവുന്ന പ്രോഡക്റ്റിന്റെ പേരാണ് സാലിസിൽ ആൽഡിഹൈഡ് and reaction is known as Reamer-Tiemann reaction. Next is what is wood spirit? Methanol is known as wood spirit. മെത്തനോൾ, മീഥൈൽ ആൽക്കഹോൾ അഥവാ മെത്തനോൾ, ഹൈലി പോയിസൺ ആൽക്കഹോൾ വിളിക്കുന്ന പേരാണ് മെത്തനോൾ. ക്ലിയർ അല്ലേ? എക്സ്പ്ലെയിൻ ദ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് വുഡ് സ്പിരിറ്റ്. ഗീവ് ദ ഇക്വേഷൻ. കാർബൺ മോണോക്സൈഡും ഡൈഹൈഡ്രജനും സിങ്ക് ഓക്സൈഡും ക്രോമിയം ട്രയോക്സൈഡിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണിത് മെത്തനോൾ. ഇറ്റ്സ് എ ഹൈലി പോയിസൺ ആൽക്കഹോൾ. നെക്സ്റ്റ് ഈസ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിലേക്ക് കടക്കണം. ഷോ ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഫോളോയിങ് കോമ്പൗണ്ട് ഇൻ ന്യൂക്ലിയോഫിലിക് അഡിഷൻ. CO ഗ്രൂപ്പിന്റെ രണ്ട് സൈഡിലുള്ള ഗ്രൂപ്പിന്റെ വലിപ്പം കുറയുന്നതിന് വെച്ചാൽ റിയാക്ടിവിറ്റി കൂടും. ഇവിടെ ഏറ്റവും ചെറിയ ഗ്രൂപ്പാണ് HCHO, അതാണ് ഹൈലി റിയാക്റ്റീവ്. ആൽഡിഹൈഡ്സ് ആണ് ഹൈലി റിയാക്റ്റീവ്. എപ്പോഴും ആൽഡിഹൈഡ് ആണ് മോർ റിയാക്റ്റീവ്. അതായത് ഇത് ആൽഡിഹൈഡ് ആണ്, ഇത് കഴിഞ്ഞിട്ട് ഇത് വരും, ലാസ്റ്റ് ആണ് ഇത് വരും, കീറ്റോണാ. ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ്. ആൽഡിഹൈഡ്സിന് ഏറ്റവും ചെറിയ ആൽഡിഹൈഡ് ഫോർമാൽഡിഹൈഡ്, അയാളെ മോർ റിയാക്റ്റീവ്. പിന്നെ അസറ്റാൽഡിഹൈഡ് CH3CHO. പിന്നെയാണ് ആര് വരിക? അസറ്റോൺ വരിക. കീറ്റോൺസ് ലെസ് റിയാക്റ്റീവാ, കാരണം കീറ്റോണിൽ +I എഫക്റ്റ് കൂടുതലാണെന്ന്. അടുത്ത് റൈറ്റ് ഡൗൺ ദ സ്ട്രക്ചർ ഓഫ് ദ റിയാക്ഷൻ. ആൽക്കഹോളിലേക്ക് ഓക്സിഡൈസ്, ആൽഡിഹൈഡിന് ഓക്സിഡൈസ് ചെയ്താൽ തീർച്ചയായിട്ടും കിട്ടുക കാർബോക്സിലിക് ആസിഡാ. 3 കാർബൺ ആൽഡിഹൈഡ് KMNO ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും എന്തായി മാറും? അത് കാർബോക്സിലിക് ആസിഡായി മാറും. CH3CH2COH അഥവാ കാർബോക്സിലിക് ആസിഡായി മാറി. അടുത്ത് റൈറ്റ് ഡൗൺ ദ സ്ട്രക്ചർ ഓഫ് ബി. സിങ്ക് അമാൽഗം HCl, ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും സിങ്ക് അമാൽഗം HCl വെച്ച് എന്തായി മാറും? CO become CH2. ഇവിടെ CO എന്തായി മാറി? CH2 ആയി മാറി, ആൽക്കൈനായി മാറി. CO become CH2. സിങ്ക് അമാൽഗം HCl വെച്ചാൽ ആ റിഡക്ഷനെ വിളിക്കുന്ന പേരാണ് ക്ലെമൻസൺ റിഡക്ഷൻ. എവിടെ CO ഉണ്ടോ അതെന്തായി മാറി? CH2 ആയി മാറി. ആ റിഡക്ഷനെ വിളിക്കുന്ന പേരെന്താ? ക്ലെമൻസൺ റിഡക്ഷൻ, ആൽക്കൈനായി മാറി. സിങ്ക് അമാൽഗം HCl. ഇവിടെ CO become CH, CO എന്തായി മാറി? CH2 ആയി മാറി. അടുത്ത് റൈറ്റ് ഡൗൺ ദ സ്ട്രക്ചർ ഓഫ് C. ബ്രോമിൻ റെഡ് ഫോസ്ഫറസ് ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് HVZ റിയാക്ഷൻ, എൽവാർഡ് സെലിൻസ്കി റിയാക്ഷൻ. ആൽഫ ഹൈഡ്രജൻ മാറിട്ട് ഹാലോജൻ വരുന്നത് കിട്ടുക CH3 CH2 CHCl COH. ആൽഫ ഹൈഡ്രജൻ മാറി ഹാലോജൻ വരും. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? HVZ റിയാക്ഷൻ. എന്താ വിളിക്കുക? HVZ എൽവാർഡ് സെലിൻസ്കി റിയാക്ഷൻ. അടുത്ത് റൈറ്റ് ദ നെയിം ഓഫ് ദ റിയേജന്റ് യൂസ്ഡ് ടു ബ്രിങ് ഔട്ട് ദ ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻ. ആസിഡ് ക്ലോറൈഡ് ആൽഡിഹൈഡ് ആക്കി മാറ്റുക. COCl COH ആയി മാറും. COCl become CHO. COCl CHO ആയി മാറുന്ന റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് എന്താ? ഏതാ വിളിക്കുക? COCl become റോസൻമട്സ് റിഡക്ഷൻ. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? റോസൻമട്സ് റിഡക്ഷൻ. യെസ്. കാർബോക്സി ആൽഫ ഹൈഡ്രജനുള്ള കാർബോക്സി, ഇതാണ് ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജനുള്ള കാർബോക്സിലിക് ആസിഡ്. COH അറ്റാച്ച് ചെയ്ത കാർബൺ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. അതിലെ ഹൈഡ്രജൻ വിളിക്കുന്ന പേരാണ് ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജനുള്ള കാർബോക്സിലിക് ആസിഡ് ഹാലോജനായിട്ട് റിയാക്ട് ചെയ്യുക. ആരുടെ പ്രസൻസിൽ? റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ. ആൽഫ ഹൈഡ്രജൻ മാറിയിട്ട് ഹാലോജൻ വരും. ഇവിടെ ഹൈഡ്രജൻ മാറിയിട്ട് ഹാലോജൻ വരും. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് HVZ റിയാക്ഷൻ, എൽവാർഡ് സെലിൻസ്കി റിയാക്ഷൻ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഈസ് ഹൗ വിൽ യു പ്രിപ്പയർ ബെൻസാൾ ഡ്യൂറിംഗ് ബൈ എഡ്വാർഡ്സ് റിയാക്ഷൻ. ടൊളീന, മിഥൈൽ ബെൻസീനെ വിളിക്കുന്ന പേരാണ് ടൊളീൻ. ടൊളീനിലേക്ക് ക്രൊമൈൽ ക്ലോറൈഡ് അഥവാ CrO2Cl2 വെച്ചാൽ അത് ബെൻസാൾഡിഹൈഡ് ആയി മാറും. ബെൻസാൾഡിഹൈഡ്.
ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് എഡ്വാർഡ്സ് റിയാക്ഷൻ. HCHO കോൺസെൻട്രേറ്റഡ് KOH ആണ്. ഒരു HCHO അല്ല, 2 HCHO ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ കാണിക്കണമെന്നില്ല. HCHO എന്നേ അവർ തരുള്ളൂ. 2 HCHO. ഒരു CHO എന്തായി മാറും എന്ന് വെച്ചാൽ COONA മാറും. അടുത്ത CHO എന്തായി മാറുന്നത് CH2OH ആയി മാറും. ഒരു HCOONA മാറി. അടുത്ത എന്തായി മാറി? അടുത്ത HCHO എന്തായി മാറി? CH2OH ആയി മാറി. CH3OH ആയി മാറി. CH3OH. H അവിടെ ഉണ്ടാവും, ഇവിടെ H ഉണ്ടാവും. ഇവിടെ ഉള്ള CHO എന്തായി മാറി? CH2OH ആയി മാറി. ഇവിടെ H ഉണ്ട്, CH3OH ആയി മാറി. ക്ലിയർ അല്ലേ? യെസ്. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് കാനിസെറോ റിയാക്ഷൻ. കാനിസെറോ റിയാക്ഷൻ. അടുത്ത് കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. ആൽഡിഹൈഡിലേക്ക് ഡൈല്യൂട്ട് NaOH വെച്ചാൽ the reaction is known as aldol condensation. ആൽഫ ഹൈഡ്രജനുള്ള ആൽഡിഹൈഡ്, ദ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. അതിന്റെ ഹൈഡ്രജനെ വിളിക്കുന്ന പേരാണ് ആൽഫ ഹൈഡ്രജൻ. അപ്പൊ ആൽഫ ഹൈഡ്രജനിലെ കാർബോക്സിലിക് ആസിഡ് ഡൈല്യൂട്ട് NaOHന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യാം. കിട്ടുന്ന പ്രോഡക്റ്റ് നോക്കിക്കോ. CH3CHO പ്ലസ് H2CHO. H2CH3 ഇങ്ങനെ എഴുതാ, H2H എന്ന് എഴുതാ, CH3CHO ഇങ്ങനെ എഴുതി. ഇവിടുന്ന് H2O പോയി, എന്താ കിട്ടുക? CH3CH ഡബിൾ ബോണ്ട് CHCHO. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് വിളിക്കുന്ന പേരാണ് ആൽഡോൾ കണ്ടൻസേഷൻ. ക്ലിയർ ആണ്? നെക്സ്റ്റ് ഈസ് ആൽഡിഹൈഡും ഹൈഡ്രസീനും റിയാക്ട് ചെയ്താൽ എന്ത് ഫോം ചെയ്യും? H2O പോവും, ഹൈഡ്രസോൺ പ്രൊഡ്യൂസ് ചെയ്യും. എന്താ ഫോം ചെയ്യുക? ഹൈഡ്രസോൺ. കിട്ടിയോ? CH3CH ഡബിൾ ബോണ്ട് NNH2 ഹൈഡ്രസോൺ പ്രൊഡ്യൂസ് ചെയ്യും. അടുത്ത് കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. മീഥൈൽ ഫീനാൽ കീറ്റോൺ or acetophenone. മീഥൈൽ ഫീനാൽ കീറ്റോൺ or acetophenone. COCH3 സിങ്ക് അമാൽഗം HCl വെച്ച് എന്താ വരും? CO എന്തായി മാറി? CO ബിക്കം CH. CO എന്തായി മാറി? CH2 ആയി മാറി. CO എന്ന ഗ്രൂപ്പ് എന്തായി മാറി? CH2 ആയി മാറി. എന്താ കിട്ടുക? ബെൻസീൻ CH2CH3. അടുത്തത് പ്രോഡക്റ്റ് obtained when benzene is treated with carbon monoxide and hydrogen chloride in presence of anhydrous AlCl3. ബെൻസീനിലേക്ക് കാർബൺ മോണോക്സൈഡും HCl-ഉം in presence of AlCl3 ബെൻസാൽഡിഹൈഡ് ഫോം ചെയ്യും. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരെന്താ? ഗട്ടർമാൻ കോച്ച് ആൽഡിഹൈഡ് സിന്തസിസ്. ബെൻസീനിലേക്ക് കാർബൺ മോണോക്സൈഡും HCl-ഉം AlCl3യുടെ പ്രസൻസിൽ ബെൻസാൽഡിഹൈഡ് ഫോം ചെയ്യും. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരെന്താ? ഗട്ടർമാൻ കോച്ച് ആൽഡിഹൈഡ് സിന്തസിസ്. യെസ്, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ഗട്ടർമാൻ കോച്ച് ആൽഡിഹൈഡ് സിന്തസിസ്. ബെൻസീൻ എടുക്കുക, കാർബൺ മോണോക്സൈഡ് ആഡ് ചെയ്യാം, HCl AlCl3 ബെൻസാൽഡിഹൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ബെൻസാൽഡിഹൈഡ് CHO. റിയാക്ഷൻ ഈസ് നോൺ ആസ് ഗട്ടർമാൻ കോച്ച് ആൽഡിഹൈഡ് സിന്തസിസ്. ബെൻസാൽഡിഹൈഡിലേക്ക് കോൺസെൻട്രേറ്റ് NaOH. കോൺസെൻട്രേറ്റ് NaOH വെച്ചാൽ മക്കൾ മനസ്സിലാക്കിയോ? ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് കാനിസെറോ റിയാക്ഷൻ. അപ്പൊ ഒരു ബെൻസാൽഡിഹൈഡ് പോരാ, 2 ബെൻസാൽഡിഹൈഡ് വേണം. ഒരു CH എന്താ പറയുക? ഒരു CHO എന്തായി മാറും? COONA മാറും. അടുത്ത CHO എന്തായി മാറും? CH2OH ആയി മാറും. അതാണ് കാനിസെറോ. എന്തായി മാറും പറ? C6H5COONA. അടുത്തതോ C6H5CH2OH. ഇതാണ് കാനിസെറോ റിയാക്ഷൻ. ക്ലിയർ അല്ലേ? ദ ആസിഡ് ക്ലോറൈഡിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുക. ആസിഡ് ക്ലോറൈഡിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ. ആസിഡ് ക്ലോറൈഡ് എന്താക്കി മാറ്റുക? ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുക. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് റോസൻമട്സ് റിഡക്ഷൻ. ഡിസ്ക്രൈബ് any one chemical test distinguishing between aldehyde and ketone. ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഡിസ്റ്റിങ്ഷൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണിത്. ടോളൻസ് ടെസ്റ്റ്. എന്താ പറയുക? ടോളൻസ് ടെസ്റ്റ്. ടോളൻസ് റിയേജനും ആൽഡിഹൈഡും സിൽവർ മിറർ ഫോം ചെയ്യും. കീറ്റോൺ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ടോളൻസ് റിയേജൻ. ക്ലിയർ അല്ലേ? യെസ്. HVC റിയാക്ഷൻ. ആൽഫ ഹൈഡ്രജനുള്ള കാർബോക്സിലിക് ആസിഡ് ഹാലോജൻ റെഡ് ഫോസ്ഫറസിൽ റിയാക്ട് ചെയ്താൽ ആൽഫ ഹൈഡ്രജൻ വാസ് റീപ്ലേസ്ഡ് ബൈ ഹാലോജൻ. ആൽഫ ഹൈഡ്രജൻ മാറിയിട്ട് ആര് വരും? ഹാലോജൻ വരും. എന്താ ആൽഫ ഹൈഡ്രജൻ? ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിൽ ഹൈഡ്രജൻ വിളിക്കുന്ന പേരാണ് ആൽഫ ഹൈഡ്രജൻ. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് HVC റിയാക്ഷൻ. ക്ലിയർ അല്ലേ? വീണ്ടും ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ. മക്കൾ മനസ്സിലാക്കുക, ഏതെങ്കിലും ടോപ്പിക്കൽ ഡൗട്ട്, ഇനി ഓർഗാനിക്കിൽ മാത്രമാണ് നിങ്ങളുടെ ഡൗട്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. ഒരു കുട്ടിക്ക് മാത്രമായിട്ട് ട്യൂഷൻ ഉണ്ട്, 5 കുട്ടികൾക്ക് മാത്രമായിട്ട് മൈക്രോ ബാച്ചുകൾ മിനി ബാച്ചുകളൊക്കെ ഉണ്ട്, 10 കുട്ടികൾക്ക് ബാച്ച് ഉണ്ട്, മിനി ബാച്ച്. അപ്പം നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി മാത്രമാണ് ഡൗട്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഗാനിക്കിന് വേണ്ടി എന്ത് ചെയ്യുക? ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. എനിക്ക് ഓർഗാനിക് കെമിസ്ട്രി മാത്രം മതി, അല്ലെങ്കിൽ ഞങ്ങളെ ഗ്രൂപ്പ്, ഞങ്ങളൊരു 10 പേര്, ഞങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി മാത്രമായി. നിങ്ങൾ ഒരിക്കലും വലിയ പൈസയൊന്നുമില്ല, വളരെ ചെറിയ തുച്ഛമായ ഫീസ്, 99 രൂപ മുതൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ കുറഞ്ഞ ഫീസ് മാത്രമേ ഉള്ളൂ ഈ ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളും റെക്കോർഡ് ക്ലാസ്സുകൾക്കൊക്കെ. മക്കൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് 8592000309 എന്നുള്ള നമ്പറിൽ മക്കൾക്ക് എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യും. ക്ലാസ്സുകൾ വേണം. ഓക്കെ, ബൈ.